എന്താ മുത്തശ്ശി? മോൾക്ക് ലാൻഡ് ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. ലാൻഡ് ഫോണിലേക്ക്? മോളുടെ അമ്മാവനാ. ഡോക്ടർ സ്വാമിനാഥൻ. ഞാൻ എടുത്തു വെച്ചിരിക്കാ. വേഗം ചെല്ലേ. മുത്തശ്ശി എന്താ കാര്യം ചോദിച്ചില്ല? പിന്നെ ഞാൻ ചോദിക്കാതിരിക്കുവോ? ചോദിച്ചു മോളെ. മോളെ അനുഗ്രഹിക്കാനാന്നാ പറഞ്ഞേ. ആ മോളെ, എന്തെങ്കിലും ആകട്ടെ, മോള് ഫോൺ എടുക്ക്. ഹലോ പൂജ, ഞാനാ സ്വാമിയെങ്കിൽ. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ ഫോൺ കട്ടിയാവും. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. പിന്നെ അങ്കിൾ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? അത് ശരി, ഇപ്പൊ ഞങ്ങളൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ മോളെ? പറയാനുള്ളതൊന്നും നല്ല കാര്യമല്ലല്ലോ, പിന്നെ എങ്ങനെ ബുദ്ധിമുട്ടാവാതിരിക്കും? പറയാനുള്ളത് നല്ല കാര്യം തന്നെയാ. നീ എന്റെ കൂടപ്പിറപ്പിന്റെ മകളാണെങ്കിലും ഞാൻ നിന്നെ കരുതിയിരിക്കുന്നത് സ്വന്തം മകളായിട്ടാ. നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം അങ്കിൾ പറയൂ. എന്റെ മകനെ നല്ലൊരു ബന്ധം കിട്ടാത്തത് കൊണ്ടല്ലേ. പക്ഷേ ഞാനും നിന്റെ അമ്മയൊക്കെ വളർന്നതേ വളരെ ട്രഡീഷണൽ ആയ ഒരു ചുറ്റുപാടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായിരുന്നു. അങ്കിള് പറയാൻ പോകുന്നത് പണ്ടെങ്ങോ അങ്കിളും അമ്മയും കൂടി അമ്മൂമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ കുറിച്ചല്ലേ? എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കൊടുത്തത്? എന്റെ ജീവിതം എന്റേത് മാത്രമാ. അത് മറ്റുള്ളവരുടെ വാക്ക് സംരക്ഷിക്കാൻ വേണ്ടി ബലി കൊടുക്കാനുള്ളതല്ല. എന്റെ തീരുമാനം ആദിക്കൊപ്പം ജീവിക്കാനാ. നിന്റെ തീരുമാനം ഫൈനലാണോ? അതെ. എങ്കിൽ നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്ത് വില കൊടുത്താലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. സന്തോഷായി മുത്തശ്ശിക്ക്, സന്തോഷായി. എന്താ മുത്തശ്ശിക്കും കൊച്ചുമോക്കും ഇത്ര സന്തോഷം? പറ, ഞങ്ങളോട് കേൾക്കട്ടെ. ഏയ് ഒന്നുമില്ല, ഓരോരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലേ മോളെ? മുത്തശ്ശിക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ, കൊച്ചുമരുമോള് മതിയല്ലോ. ഇതെന്റെ കൊച്ചുമരുമോളാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഇവളെ എന്റെ മകളാ, സ്വന്തം മകള് അല്ലേ മോളെ?